ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ചതിക്കുഴികളുടെ ഒരു കൂമ്പാരം തന്നെ ഇന്ന് നമ്മളുടെ മുൻപിലുണ്ട്. സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ വിശ്വസിച്ചിരിക്കുന്നവർ പോലും ചതിക്കുന്ന കാലം. അനുദിനം വിശാലമാകുന്ന ലഹരിയുടെ ലോകം പുതിയ ഉൽപ്പന്നങ്ങളും പുത്തൻ മാർഗവുമായി തലമുറകളെ വരിഞ്ഞു മുറുക്കുന്നു. ലഹരി മാഫിയകളുടെ ചതിക്കുഴിക്കെതിരെ കേരള ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല രൂപപ്പെടുത്തിയ ഓപ്പറേഷൻ തുഫാൻ്റെ പ്രവർത്തനവുമായി വിശ്വാസികൾ ഒരുമിച്ച് കൈകോർക്കേണ്ട സമയമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ലഹരി മാഫിയയുടെ ചതിക്കുഴിയിൽ വീണുപോകാതെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുവാൻ മാതാപിതാക്കന്മാർ കരുതൽ ഉള്ളവരായിരിക്കണം. ശുദ്ധീകരണം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ. കുടുംബത്തിൽ ശുദ്ധീകരണ പ്രവർത്തനം നടത്തിയ ഒരു പിതാവാണ് ഇയ്യോബ്. ഓരോ ആഴ്ചവട്ടം തികയുമ്പോഴും തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് വരുത്തി ഈ പിതാവ് അവരെ ശുദ്ധീകരിക്കുമായിരുന്നു. ഇയ്യോബ് 1:5 വാക്യം. ഇയ്യോബിൽ കൂടി എല്ലാ മാതാപിതാക്കന്മാർക്കും നൽകിയിരിക്കുന്ന ഒരു ആലോചനയാണ് ഇത്. പാപമോചനത്തിനും ശുദ്ധീകരണത്തിനുമായി പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. നമ്മിൽ ഉണ്ടായിരിക്കേണ്ട 3 അനുഭവങ്ങൾ ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്, ശുദ്ധീകരിക്കപ്പെട്ട അനുഭവം. നാം ഓരോരുത്തരെക്കുറിച്ചും ഉള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം ആണ്. അതുകൊണ്ട് ദുർനടപ്പുകൾ വിട്ടൊഴിഞ്ഞ് ശുദ്ധീകരണത്തിലും മാനത്തിലും നമ്മെ തന്നെ നേടിക്കൊള്ളണം എന്ന 1 തെസ്സലോനിക്കർ 4:3-5 വാക്യങ്ങളിൽ പറയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന കുറവുകളെയും അശുദ്ധിയെയും വിവിധ സാഹചര്യങ്ങളിൽ കൂടിയ കർത്താവ് ഓർപ്പിക്കുന്നത്. ആരാധനയിൽ കൂടിയും വചനധ്യാനത്തിൽ കൂടിയും ചുറ്റിലും നടക്കുന്ന വിവിധ സംഭവങ്ങളിൽ കൂടിയും ഒക്കെ കർത്താവ് നമ്മുടെ പാപങ്ങളെയും ബലഹീനതകളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാം അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതാ വാസ്തവം. ആരാധന മധ്യയാണ് യെശയ്യാവ് തൻ്റെ അശുദ്ധിയെ കണ്ടത്. നാഥാൻ പ്രവാചകൻ ദരിദ്രനായ ഒരുവൻ്റെ പെൺകുഞ്ഞാടിനെക്കുറിച്ചുള്ള കഥ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിനോട് പറയുമ്പോൾ തൻ്റെ പാപത്തെ കണ്ടുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. 2 ശമൂവേൽ 12:13. തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ദാവീദ് പ്രാർത്ഥിച്ചു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. സങ്കീർത്തനം 51:7 വാക്യം. കർത്താവ് വിവിധ മാർഗങ്ങളിൽ കൂടി കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും അത് മനസ്സിലാക്കി വിശുദ്ധി പ്രാപിപ്പാൻ നാം തയ്യാറാകുന്നില്ല എന്നത് വാസ്തവം. സ്വയം നീതിമാൻ എന്ന് നടിച്ചുള്ള ജീവിതമല്ലേ നാം നയിക്കുന്നത്? ഈ വിധത്തിൽ എത്ര നാൾ മുൻപോട്ട് പോകുവാൻ ഒക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതം വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കില്ല. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്. രണ്ടാമത്, രൂപാന്തര അനുഭവം. ദാവീദിൻ്റെ പ്രാർത്ഥന സ്ഥിരമായൊരു ആത്മാവിനാൽ എന്നെ പുതുക്കണമേ എന്ന. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളാണ് രൂപാന്തരപ്പെട്ട ശക്തി പ്രാപിക്കുന്നത്. ഫോർഡ് കമ്പനിയുടെ ഒരു മുദ്രാവാക്യം ഇപ്രകാരമാണ്, എ ക്ലിയർ എൻജിൻ ഓൾവേസ് ദ റിവേഴ്സ് പവർ. അതായത് ശുദ്ധീകരിക്കപ്പെട്ട എൻജിൻ കൂടുതൽ ശക്തി നൽകുന്നു. നമ്മുടെ കഠിന ഹൃദയത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി മാംസമായ ഹൃദയം നൽകി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അത് ലഭിപ്പാൻ ഒന്നാമത് പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം. പശ്ചാത്താപം മാനസാന്തരത്തിലേക്കും തുടർന്ന് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്കും
നമ്മെ നയിക്കും. 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ ആണ് രൂപാന്തരപ്പെട്ട അനുഭവം നമ്മിൽ ഉണ്ടാകുന്നത്. 3, വേർതിരിക്കപ്പെട്ട അനുഭവം. രൂപാന്തരപ്പെട്ട അനുഭവം നമ്മെ എത്തിക്കുന്നത് കർത്താവിനായി വേർതിരിക്കപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും. അതായത് നമ്മളുടെ മുഴുവൻ ആളത്വവും കർത്താവിനായി വേർതിരിക്കപ്പെടുന്നു. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമായിത്തീരുന്ന അനുഭവം. തൻ്റെ മുഴുവൻ ആളത്വത്തെയും ദൈവത്തിനായി വേർതിരിച്ചുകൊണ്ട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: എനിക്ക് മനസ്സൊരുക്കമുള്ള ആത്മാവിനെ തരണമേ. സങ്കീർത്തനം 51:12. എനിക്ക് നീതിയെ ഘോഷിക്കുന്ന നാവ് തരണമേ. 51:14. എനിക്ക് സ്തുതിക്കുന്ന അധരത്തെ തരണമേ. 51:15. അതായത് തൻ്റെ ആത്മാവും നാവും അധരവും എല്ലാം ദൈവത്തിനായി വേർതിരിച്ച് സമർപ്പിക്കുകയാണ്. ഈ ഒരു വേർപെട്ട അനുഭവമാണ് നമുക്കും ആവശ്യം. അത് ലഭിക്കണമെങ്കിൽ ക്രൂശിനെ പിൻപറ്റുവാൻ തയ്യാറാവണം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, ക്രൂശിലെ രക്തത്താൽ എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. എൻ്റെ മുഴുവൻ ആളത്വവും നിനക്കായി സമർപ്പിച്ച് നീ എന്നിലും ഞാൻ നിന്നിലുമായിത്തീരുന്ന അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ. ആമേൻ. ഭാരങ്ങളേറുമ്പോൾ, കഷ്ടങ്ങളേറുമ്പോൾ, ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക